ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാൻ പോണ പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ പോണത്. നമ്മൾ റേസർ യൂസ് ചെയ്തിട്ടാണ് ഹെയർ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് കുക്കുംബർ ജെല്ലാണ്. അല്ലാതെ നിങ്ങൾക്ക് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആൽവറി ജെല്ലോ ഫേസ് ഓയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് സ്കിന്നൊന്നും ഗ്ലോ ആയിട്ടുണ്ടാവും, കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്ന് പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളൊരു ബേബി സ്കിൻ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു സംഭവമായിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന സിറംസ്, നമ്മൾ എന്തിനാണോ സിറം യൂസ് ചെയ്യുന്നത് അതിന് കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ പണി എന്താണോ അത് പ്രവർത്തിക്കാനുള്ള കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ. അത് നമ്മൾ ഫേസിൽ ഹെയർ ഉണ്ടാകുമ്പോഴും നമ്മൾ ഹെയർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ സിറംസ് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് സ്പീഡായിട്ട് നമ്മുടെ ഫേസിൽ റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അത് ഞാൻ സ്വന്തമായിട്ടേക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ ഏതെങ്കിലും കുക്കുംബർ ജെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒരു പകുതി നമ്മുടെ മുഖത്ത് ഒന്ന് പകുതി ഭാഗം നമ്മുടെ ഫേസിൻ്റെ പകുതി ഭാഗത്ത് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ക്യാമറയിൽ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കയ്യിലൊരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെറ്റ് ടിഷ്യൂ ഏതെങ്കിലും ഒന്ന് കയ്യിൽ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ റേസർ യൂസ് ചെയ്തിട്ട് പതുക്കെ സമാധാനത്തിൽ കാമായിട്ട്, ബേജാറെടുത്ത് ടെൻഷനായിട്ടൊന്നും ചെയ്യരുത്, കാമായിട്ട് ടൈം എടുത്ത് നമ്മുടെ ഫേസിൽ നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്തത്. പക്ഷെ നമ്മുടെ കട്ടൊന്നും ആവില്ല കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് ഫാർമസീൻ്റെ ഏതോന്നൊരു സംഭവമാണ്. എനിക്കൊരു ബ്രാൻഡിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഞാൻ പ്രോഡക്റ്റ് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഞാനൊന്ന് ഇതിൻ്റെ ആ ഒരു ബ്ലേഡ് വന്നിട്ട് ഭയങ്കര സിക്സാക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫേസൊന്നും കട്ടായൊന്നും പോകില്ല. ഇതുവരെയ്ക്ക് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യുന്നതൊക്കെ ഈ സംഭവം യൂസ് ചെയ്തിട്ട് കേട്ടോ. ഐബ്രോ ത്രെഡിങ് അല്ല, ഞാൻ ഈ റൈസർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ഷാർപ്പ് ആക്കി കൊടുക്കുന്നത്, നീറ്റായി കൊടുക്കുന്നതൊക്കെ. എനിക്ക് അങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും അങ്ങനെ എനിക്ക് വിചാരിച്ച പോലുള്ള ആ ഒരു ഷേപ്പൊന്നും അധികം പക്ഷെ കിട്ടാറില്ല. അപ്പം ഞാൻ അങ്ങനെ ഒഴിവാക്കി. വർഷങ്ങളായിട്ട് ഞാൻ തന്നെ സ്വയം ഐബ്രോ ഒക്കെ ഷേപ്പ് ആക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് കുറച്ചും കൂടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബഡ്ജറ്റൊന്നും ഒതുങ്ങി പോകുന്ന സംഭവം. നമുക്ക് ഇപ്പം പാർലറിൽ പോയിട്ട് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ക്യാഷൊക്കെ ചിലവാകും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മെല്ലെ നമ്മൾ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഒരു ഭാഗത്ത് ചെയ്ത് നോക്കി, പിന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ ഇതുപോലെ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒന്ന് വലിച്ചു പിടിക്കണം കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് ആ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതുപോലെ ഷേവിങ് സംഭവം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ്, കൂടുതൽ നമുക്ക് തിക്കായിട്ട് വളരുമോ, കൂടുതൽ ലെങ്തി ആയിട്ട് വളരുമോ എന്നുള്ളതൊക്കെ. ഇത് ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊരു 5 വർഷമായിട്ടുണ്ടാവും ഇത് ചെയ്യുന്നത്. ഇതുവരെയ്ക്ക് എനിക്കൊന്നും അങ്ങനെ വളർന്നിട്ടില്ല. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീലാവും നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഗ്ലോ ആയിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഹെയർ ഇല്ലാതിരിക്കുമ്പോഴായിരിക്കും അതിനൊരു കറക്റ്റ് ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. നിങ്ങളൊരു ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ബ്രൈറ്റ്നിങ്ങിന് എന്തെങ്കിലും പാക്കോ കാര്യങ്ങൾ ഇടുന്നതിനെക്കാട്ടിലും അതും ചെയ്യാം, ബട്ട് നമുക്കതിനെക്കാട്ടിലും കുറച്ചുകൂടി ഗ്ലോ നമ്മുടെ ഈ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഒരു റിസൾട്ട് കാണാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും മനസ്സിലാവും. നമ്മുടെ ഫേസിലുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഫേസിലൊന്ന് എല്ലാവിടെയും ഒന്നിങ്ങനെ
വെച്ച് കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നോർമലി ഫേസ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമല്ല, അല്ലാതെ നമുക്ക് ഡെയിലി ഇങ്ങനത്തെ ഐസ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ, പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല പെയിനുള്ള പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാമാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ കാര്യങ്ങൾ, ഫേസിൽ കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നേക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഈ കാറ്റും പൊടിയൊക്കെ തട്ടിക്കുന്നത്. എനിക്ക് അലർജീൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐസൊക്കെ വെച്ചിട്ടൊന്ന് ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാമായിരിക്കും, ഫേസ് ഒന്ന് ഫ്രഷ് ആവും. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ടുള്ള കാര്യമാണ്, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഫേസിൽ നല്ലതായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഐസിൻ്റെ കണ്ണിൽ നമുക്ക് വെക്കാം കേട്ടോ. കണ്ണിലത്തെ പഫ്നെസ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഫേസിൽ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് ഫ്രഷ് ആക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുക. അത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടോണറും മോയ്സ്ചറൈസറും നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കാമായിട്ട്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് കണ്ട് ഗ്ലോ ആയിട്ട് ഇപ്പോൾ കുറച്ച് പട്ടി ഷോയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യരുത്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്തിട്ട് റൈസർ വന്നിട്ട് ക്ലീനാക്കി വെക്കുക എന്നുള്ളൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഏതെങ്കിലും കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വെക്കുക കേട്ടോ. ക്ലീനാക്കി ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവരെ ടാറ്റാ ബൈ ബൈ.